നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ് വാഷ് കറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഡെയിലി ഒരു ട്വൈസ് മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണത് ബെനിഫിഷ്യറി ഉള്ള രീതിയിൽ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നേയും വാഷ് ചെയ്യുമ്പോഴും വാഷ് ചെയ്യുന്നതിന് ശേഷവും ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപോലെ തന്നെ കൺസേൺ ഉള്ള ഒരു സാധനമാണല്ലേ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഞാനത് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതായത് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നോർമലി സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ബോയ്സ് ആണെങ്കിലും ഇപ്പോൾ മുടിയൊക്കെ നല്ല നീട്ടി വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകാത്ത രീതിയിൽ ഹെയർ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ്. ഒരു വെറ്റ് ടിഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണോ മേക്കപ്പ് ക്ലിയർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് നന്നായിട്ട് ഫേസ് നമ്മുടെ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ തേർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും എന്താണ് ചെയ്യാറ്, കുറച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ആണെങ്കിലും ക്ലിയർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് അപ്പോൾ തന്നെ കയ്യിൽ ഇങ്ങനെ ആക്കി കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ അരച്ചപ്പോൾ തന്നെ കഴുകി കളയാണ് നമ്മൾ ചെയ്യാറ്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ഉണ്ടല്ലോ, ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ചെളിയും കൂടെ മുഖത്തോട്ടാവത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഹാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ഫേസിന് ചേർന്ന ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ, ഓയിലി, കോമ്പിനേഷൻ, നോർമൽ, അങ്ങനെ പലർക്കും പലതരം സ്കിന്നുകളായിരിക്കും. പലതരം സ്കിന്നുകൾ നമ്മുടെ ഓരോ കാലാവസ്ഥയിലും ഓരോ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഫേസ് വാഷ് വാങ്ങി യൂസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ റീസെൻ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചിലരുടെ ഓയിലി, ഡ്രൈ അല്ലെങ്കിൽ കോമ്പിനേഷൻ, നോർമൽ സ്കിൻ, അങ്ങനെ പലതും ആയിരിക്കും. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുള്ളവർക്ക് നമ്മൾ ഈ ഫോം അല്ലെങ്കിൽ ജെൽ ടൈപ്പ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഡീപ്പ് ക്ലെൻസിങ്ങിന് നല്ലത്. ഇനി നോർമലായിട്ട് ഉള്ള സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓയിലിയും ആയി പോകരുത്, ഡ്രൈയും ആയി പോകാത്ത തരത്തിൽ ജെൻറ്റിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ആൽക്കഹോൾ ഫ്രീ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റിംഗ് ബാലൻസ് ചെയ്യാനും, അതായത് മോയ്സ്ചറൈസിങ് ബാലൻസ് ചെയ്യാനും pH ബാലൻസ് ചെയ്യാനായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഫേസ് വാഷസ് ആണ് നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് എന്ന് പറയുന്ന പോലെ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് യൂസ് ചെയ്യില്ലേ, സോ അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഫേസ് വാഷ് തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും എന്താണ് ചെയ്യാറ്, കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പതിപ്പിച്ചിട്ട് അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യാറ്. സോ അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെറിയ ചൂടുവെള്ളം, നമുക്ക് അധികം കോൾഡ് വാട്ടർ ആയി പോകരുത്, അധികം ഹോട്ട് വാട്ടർ ആയി പോകരുത്, മീഡിയം ലെവലിലുള്ള ലൂക്ക് വാം വാട്ടർ എന്നാണ് അത് പറയുക. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഫേസിൽ സ്കിൻ ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ലൂസണായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അടങ്ങിയിരിക്കുന്ന പൊടി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക്, അല്ലെങ്കിൽ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ലൂസായിട്ട് പുറത്തോട്ട് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഡെയിലി ലൂക്ക് വാം വാട്ടർ ഉപയോഗിക്കാൻ പാടാണല്ലോ, നമുക്കിപ്പോൾ എപ്പോഴും വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പകുതി ചൂടാക്കിയിട്ടൊക്കെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർ നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് നമ്മളൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ എക്സസൈസ് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതും പോകുകയും ചെയ്തോളും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ജസ്റ്റ് ഒരുപാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എമൗണ്ടിൽ എടുക്കുക കേട്ടോ. ഇത്രയും മതിയായിരിക്കും. എക്സസൈസ് എടുത്താലും അത് വെറുതെ വേസ്റ്റായി പോവുകയുള്ളൂ. ദെൻ അത് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ രീതിയിലാക്കിയിട്ട് ജസ്റ്റ് ഫോർഹെഡിലും നമ്മുടെ ചീക്സിലും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ കഴുത്തും മറക്കരുത്, എല്ലാവരും കഴുത്തൊക്കെ വിട്ട് കളയും. അതുപോലെ തന്നെ ചെവിയുടെ പുറകും നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ നമുക്ക് ജെൻറ്റിലായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് മസാജ് ചെയ്തിങ്ങനെ കൊടുക്കാം. ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നഖമൊക്കെ നീട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നഖം വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്. ചെറുതായിട്ട് ഈ രീതിയിലൊന്നും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോർഹെഡിന് വേണ്ടിയിട്ട് ഉള്ളൊരു മസാജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് ഫോർഹെഡിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ചീക്സ് ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ. ദെൻ മൂക്ക് ഇതാ ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, താഴോട്ട്, ഇങ്ങനെ താഴോട്ട്. ഈ രീതിയിലാണ് മൂക്ക് മസാജ് ചെയ്യേണ്ടത്. മൂക്കിൻ്റെ ഈ ഏരിയ പ്രത്യേകം സെബം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് കുറച്ചും കൂടി ഓയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയാണ്. ഈ ഏരിയയിലൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം നമ്മൾ ഡീപ്പ് ക്ലീൻ ആയിട്ട് വെക്കാത്തത് കൊണ്ടാണ്. ഡീപ്പ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ ഒഴിവായി കിട്ടും കേട്ടോ. ദെൻ നമ്മുടെ ലിപ്സിൻ്റെ മുകളിലും ഈ ജോയുടെ ഇവിടെ അവിടെ ഇതാ ഈ രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ കഴുത്ത് നോർമലി എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കഴുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ താഴോട്ടാണ് കേട്ടോ. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോർമലി മുഖം നന്നായി വാഷ് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സിൽ ഇതാ ഇങ്ങനെ എടുക്കുന്നു പിന്നെ ഇതാ ഇങ്ങനെ ചെവിയുടെ ബാക്കിൽ. ഇതാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ചെളി കാര്യങ്ങളൊക്കെ കുറച്ച് പുറത്തോട്ട് വന്നിട്ട് നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡയറക്റ്റ് ഒരിക്കലും കണ്ണിൻ്റെ മുകളിലൊന്നും, അതായത് കണ്ണിൽ ഡയറക്റ്റ് ആകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കൈ കൊണ്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും, ഇല്ലെങ്കിൽ കണ്ണിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യാം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒപ്പി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലരും ഇട്ട് ഉരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ ഫേസിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മളിങ്ങനെ ഉരയ്ക്കാൻ പാടില്ല, കാരണം സ്കിന്ന് ഡാമേജ് ആയിപ്പോവും. ഈ രീതിയിൽ മെല്ലെ ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോഴേക്കും അതിന് ക്ലിയർ ആയിക്കോളും. പിന്നെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കളയണം കേട്ടോ. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഏതാണ് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുക. നോർമലി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമലി നമ്മളങ്ങനെ അധികം ട്രാവലും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു മോർണിംഗ് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും അതുപോലെ തന്നെ നൈറ്റ് കിടക്കുന്നതിന് മുന്നേയും നമുക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നമുക്ക് ഒത്തിരി പൊടി കാര്യങ്ങളൊക്കെ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെളിയെല്ലാം അടിഞ്ഞു കൂടിയിട്ട് കുരുവൊക്കെ പെട്ടെന്ന്, അതായത് ഈ നമ്മുടെ പോഴ്സിനുള്ളിൽ കൂടെ ചെളിയെല്ലാം അടിഞ്ഞിരിക്കുമ്പോഴാണ് കുരുക്കളായിട്ട് അത് ഫോം ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ എക്സസ് ഓയിൽ ഇരിക്കുമ്പോഴാണ് കുരുക്കളായിട്ട് ഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് റൊട്ടേഷൻ രീതിയിൽ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോർഹെഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ, ചീക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ, മൂക്കിന് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ കുറച്ചും കൂടെ ഡീപ്പ് ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കും. ദെൻ ഇങ്ങനെ കഴുത്ത്, ദെൻ നമ്മുടെ ചെവിയുടെ ബാക്ക്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. നമ്മളിപ്പോൾ ഒരേ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കില്ല, നമ്മൾ ചെയ്യുന്ന ടൈമിൽ നല്ല വൃത്തിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. എന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.